അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് ഒരു ദുആയാണ്. ആ ദുആ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും എന്തിനു വേണ്ടി പഠിക്കുന്ന കുട്ടികളുമായിക്കോട്ടെ അവർക്ക് നല്ല വിജയത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദുആയാണ്. അവർ പരിശ്രമിക്കും വേണം കേട്ടോ, പഠിക്കണം, നന്നായി പഠിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ 5 വക്ത് നിസ്കരിച്ച് ദുആ ചെയ്യുക. ഓക്കെ, പരിശ്രമിച്ചവനാണ് വിജയം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇന്ന് SSLC പരീക്ഷ നേരിടുന്നവരും +2 പരീക്ഷ എഴുതുന്നവരുമൊക്കെ ഈ ദുആ പതിവാക്കുക. നന്നായി പഠിച്ചിട്ട് മാത്രം പരീക്ഷ എഴുതുക. എന്നിട്ട് വിജയിച്ചില്ലല്ലോ, ഈ ദുആ ചൊല്ലിയിട്ട് ദുആ പറഞ്ഞിട്ട് ഞാൻ വിജയിച്ചില്ലല്ലോ എന്നുള്ള പരാതി ഒഴിവാക്കിക്കൊണ്ട് നന്നായി പഠിക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല പരിശ്രമം ഉണ്ടാവുക. എന്നതിന് ശേഷം ഈ ദുആ ഓതുക. അല്ലാഹുമ്മ ഫ്തഹ് അലൈഹിം ഫുതൂഹുൽ ആരിഫീൻ വർസുഖ്ഹും ഫഹ്മുൻ നബിയ്യീൻ വഗ്ഫിർലഹും ബിഹഫ്ളിക യാ റബ്ബൽ ആലമീൻ വയസ്സിർ ലഹുൽ ഇംതിഹാൻ വക്തുബ് ലഹുൻ നജാജ് വത്തൗഫീഖ്. ഇത് പരീക്ഷ എഴുതുന്ന കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഓതി ദുആ ചെയ്യുക. നന്നായി എല്ലാ സബ്ജക്റ്റുകളും പഠിച്ച് ഏത് പരീക്ഷ എഴുതുന്നവരായിക്കോട്ടെ, SSLC +2 അല്ല, ഏത് പരീക്ഷ നേരിടുന്ന കുട്ടികൾക്കും വിജയം കൈവരിക്കാനുള്ള ഒരു ദുആയാണിത്. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, ജ്ഞാനികളെപ്പോലെ അവർക്ക് അറിവിൻ്റെ വാതിലുകൾ തുറക്കണമേ, പ്രവാചകന്മാരെ പോലെ അവർക്ക് മനസ്സിലാക്കാനുള്ള ശക്തി നൽകണമേ, ലോകങ്ങളുടെ നാഥ, അവരെ നിൻ്റെ സംരക്ഷണത്തിൽ നിർത്തണമേ, അവർക്ക് പരീക്ഷ എളുപ്പമാക്കി കൊടുക്കണമേ, അവർക്ക് വിജയവും തൗഫീഖും എഴുതണമേ. അങ്ങനെയാണ് ഈ ദുആയിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഓരോ സബ്ജക്റ്റും ഏതാണോ എക്സാം, ആ എക്സാമിൻ്റെ അന്ന് അതിന് മുന്നോടിയായിട്ട് പഠിച്ചു വെക്കുക. എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചു വെച്ചതിന് ശേഷം ഏതാണോ എക്സാം, ഇപ്പോൾ നാളത്തെ എക്സാം എന്താണോ അതിന്നൊന്ന് റിവിഷൻ നടത്തുക. പരീക്ഷൻ്റെ തലേന്ന് എല്ലാം കൂടെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒന്നും തന്നെ അവർക്ക് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ എല്ലാം പഠിച്ചു വെച്ചതിന് ശേഷം എക്സാമിൻ്റെ തലേന്ന് വെച്ച് ഒന്ന് റിവിഷൻ നടത്തുക. എല്ലാ ക്വസ്റ്റ്യൻക്കും ആൻസർ അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യനും കിട്ടണില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെന്ത് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യാൻ പാടില്ല. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ തല തിരിച്ച് വരുന്നുണ്ട്, അത് മനസ്സിലാകാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു വേർഡ് ഞാൻ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ, ചിലപ്പോൾ ചാപ്റ്ററിൻ്റെ പേരായിരിക്കുക, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. എല്ലാവർക്കും പരീക്ഷ എളുപ്പമാവട്ടെ. ആമീൻ.